السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. ഏറെ സ്നേഹമുള്ള വിശ്വാസിനികളെ, ബഹുമാനായ ഈ സംഗമത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള നാസർക്ക, ആമുഖ ഭാഷണം നിർവഹിച്ച ബഹുമാനായ സുഹൃത്ത് ഷഫീഖ് അൽ ഹിക്കമി, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ, നമ്മെ സദാ നിരീക്ഷിക്കുകയും നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവന്റെ കൽപ്പനകളും വിധിവിലക്കുകളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബിന്റെ കാരുണ്യം കൊണ്ട് ഏറെ അനുഗ്രഹീതമായ വിശുദ്ധ റമളാനിന്റെ രണ്ടാമത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച അതിൻ്റെ ആദ്യത്തെ ദിവസത്തിലാണ് നമ്മൾ ഈ ഒരു വിജ്ഞാന സദസ്സിൽ ഒത്തുകൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളൊക്കെയും നമ്മിൽ നിന്ന് പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. ഏതെങ്കിലും നിലക്കുള്ള വീഴ്ചകളോ അബദ്ധങ്ങളോ മാനുഷികമായി നമ്മളടുത്ത് സംഭവിച്ചു പോകുന്ന അത്തരം പ്രയാസങ്ങളൊക്കെയും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഈ വിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളിലും വളരെ വലിയ ശാരീരിക പ്രയാസവും
പ്രതിസന്ധികളുമൊക്കെ ആയി കഴിഞ്ഞുകൂടുന്ന നമ്മുടെ ഒരുപാട് ചെറുപ്പക്കാരും വളരെ ചെറിയ പ്രായത്തിലുള്ള നമ്മുടെ വിദ്യാർത്ഥി കൂട്ടായ്മയിലൊക്കെയുള്ള ആളുകളടക്കം വളരെ വലിയ പ്രയാസങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അള്ളാഹു രോഗികളായ എല്ലാവർക്കും പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഹീദിൽ ജീവിക്കാനും തൗഹീദിൽ തന്നെ മരിക്കാനും നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളിലെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവതയുള്ള ദിവസങ്ങളാക്കി മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ അള്ളാഹു പരിശോധിക്കുന്ന വേളയിൽ സ്വർഗം കിട്ടാൻ നമ്മെ സഹായിക്കുന്ന ഒരു സൽക്കർമ്മമായി ഈ സംസാരവും കേൾവിയും ഇതിൻ്റെ സംഘാടനവുമൊക്കെ ഒരു നന്മയായി അള്ളാഹു നമ്മിൽ നിന്ന് പരിഗണിക്കുമാറാകട്ടെ. ഈമാനിലൂടെ ജീവിച്ച് ഈമാനിലായി തന്നെ ഈ ലോകത്തോട് വിട ചോദിക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ശ്രദ്ധയിലും ഓർമ്മയിലും ഉണ്ടാകേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ സംസാരിക്കേണ്ട വിഷയം. സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്കൊരു സംഭവം കാണാം. ഒരു യുദ്ധവേളയിൽ ഏതാണ്ട് ആ യുദ്ധം ഇങ്ങനെ അവസാനിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ടെന്റിലേക്ക് മടങ്ങി. സ്വഹാബത്ത് ഓരോരുത്തരായി യുദ്ധത്തിൽ നിന്ന് ഇങ്ങനെ പിൻവാങ്ങി ആ ടെന്റിലേക്ക് ഇങ്ങനെ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഒരാൾ ശക്തമായി ബാക്കിയുള്ള ആ പോരാട്ടം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആളുകൾ പറഞ്ഞു, മാ അജ്സ മിന്നാ അൽയൗമ അഹദുൻ കമാ അജ്സ ഫുലാൻ, അയാൾക്ക് ഇന്ന് കൂലി കിട്ടണ അത്ര നമ്മളെ കൂട്ടത്തിൽ വേറെ ആർക്കും പ്രതിഫലം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു മിൻ അഹ്ലിന്നാർ, അങ്ങനെയല്ല, മൂപ്പര് നരകാവകാശിയാകും, ആ മനുഷ്യൻ നരകത്തിലാണ്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഫഖാല റജുലുൻ മിനൽ ഖൗം അന സ്വാഹിബുഹു, ഒരാൾ പറഞ്ഞു, എന്താ ഞാൻ അദ്ദേഹത്തെ ഒന്ന് പിന്തുടരും. ഖാല ഫഖറജ മഅഹു കുല്ലമാ വഖഫ മഅഹു, അങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനെ പോരാട്ടവുമായി മുന്നോട്ട് പോകുമ്പോൾ മൂപ്പര കൂടെ ഇങ്ങനെ പോയി. എവിടെ അദ്ദേഹം നിൽക്കുന്നു അവിടെ നിന്നു. വൈദ അസ്രാമാഹു, അയാൾ കുറച്ച് വേഗത്തിലാവുമ്പോൾ ഈ കൂടെ പോണ ആളും വേഗത്തിൽ പോയി. ഇങ്ങനെ പോകുന്ന സമയത്ത് ശക്തമായൊരു മുറിവ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഏൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹം മരണത്തിന്റെ കാര്യത്തിൽ ധൃതി കാണിക്കുകയും ആ വാളിന്റെ ആ പിടിഭാഗം ഇങ്ങനെ മണലിൽ തറച്ചു വെച്ചിട്ട് അതിൻ്റെ ആ മൂർച്ചയുള്ള കൂർത്ത ഭാഗം തൻ്റെ മാറിടത്തിന്റെ മധ്യത്തിലേക്ക് വെച്ചുകൊണ്ട് അതിലേക്ക് തഹാമല അല സൈഫിഹി ഫഖതല നഫ്സ, ആ വാളിലേക്ക് അങ്ങ് അമർന്നു കിടന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഫഖറജ റജുൽ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഞാൻ അദ്ദേഹത്തെ പോയി നോക്കുന്നു പറഞ്ഞ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഫഖാല അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, വമാദാക്, അതിപ്പോ എന്തേ ഈ സമയത്ത് ഷഹാദത്തൊക്കെ ചൊല്ലിയിട്ടാണല്ലോ കൂടെ കൂടിയത്, ഇപ്പൊ വന്നുകൊണ്ട് അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് എന്നാണ്. അപ്പൊ അദ്ദേഹം അത് വിശദീകരിച്ചു. സ്വഹീഹുൽ ബുഖാരിയിൽ അതിന്റെ വിശദീകരണം കാണാം. നിങ്ങൾ പറഞ്ഞല്ലോ ആ മനുഷ്യൻ നരകാവകാശിയായിരിക്കും. അപ്പൊ ഞാൻ അദ്ദേഹത്തെ പിന്തുടർന്ന് എന്തായിരിക്കും സംഭവിക്കുക, നിങ്ങൾ ഒരാളെ കുറിച്ച് അങ്ങനെ പറയാൻ എന്താണ് കാരണം നോക്കിയാൽ പിന്നാലെ പോയി. അവസാനം അദ്ദേഹത്തിന് സംഭവിച്ചതാണ്, ഒരു ശത്രുവിന്റെ വെട്ടേറ്റ് ആ മുറിവിന്റെ വേദനയും പ്രയാസവും സഹിക്കാൻ കഴിയാതെ മരിക്കാനുള്ള ധൃതി കാണിച്ചുകൊണ്ട് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് സത്യമാണ് എന്ന് എനിക്ക് ബോധ്യമായി, താങ്കൾ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയാണെന്ന് വീണ്ടും ആ ഷഹാദത്തിനെ പുതുക്കാൻ. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും ഈമാനിന്റെ ആളായി ജീവിച്ചത് കൊണ്ട് മരിക്കുന്നത് ഈമാനിന്റെ ആളായി തന്നെ ആയിരിക്കുമെന്ന് ഒരിക്കലും നമുക്ക് ഉറപ്പിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹങ്ങൾ കൊടുത്ത, ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വന്ന സമയത്തൊക്കെയും
അള്ളാഹു സുബ്ഹാനഹു വ തആല കൈത്താങ്ങ് കൊടുക്കുന്ന രൂപത്തിൽ കൂടെ നിന്ന, ജീവിതത്തിൽ തിന്മകൾക്കുള്ള അനേകം വാതിലുകൾ തുറക്കപ്പെടുമായിരുന്നിട്ടും ഒരു തിന്മ പോലും ജീവിതത്തിൽ ചെയ്യാതെ സൂക്ഷ്മതയോടുകൂടി തന്റെ ജീവിതത്തെ കൊണ്ടുപോയ മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം, ഒരുപക്ഷെ ഒരു പ്രവാചകന്റെ ചരിത്രം പൂർണ്ണമായി വിശുദ്ധ ഖുർആൻ ഒരു അധ്യായത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ വിശദീകരിച്ചത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ചരിത്രം മാത്രമാണ്. ആ ചരിത്രം വിശദീകരിച്ച് ഏകദേശം യൂസുഫ് നബിയെ കുറിച്ചുള്ള അധ്യായത്തിലെ സംസാരങ്ങൾ അവസാനിപ്പിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആൻ 12-ാം അധ്യായം സൂറത്ത് യൂസുഫിന്റെ 101-ാമത്തെ ആയത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മഹത്തായ ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു അവിടെ എടുത്തു കൊടുത്തത്. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുകയും, ശരിക്കും നമ്മൾ യൂസുഫ് നബിയുടെ ജീവിതം ഇങ്ങനെ എടുത്തു നോക്കണേ, എല്ലാ അർത്ഥത്തിലുമുള്ള ക്ഷമയുടെയും എല്ലാ അർത്ഥത്തിലുമുള്ള പരീക്ഷണത്തിന്റെയും എല്ലാ തലങ്ങളിലൂടെയും കടന്നുപോയ ഒരു പ്രവാചകൻ. അതായത് ഇപ്പോൾ ഒരു ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിച്ചു, ഒരു പേടിയും ഭയവും ഉണ്ടാകുന്ന ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കി. വളരെ ചെറിയ പ്രായത്തില് വാപ്പാന്റെ അടുത്തുനിന്ന് നല്ല സോപ്പിട്ട് വർത്താനം പറഞ്ഞ് കൊണ്ടുപോയിട്ട് തൻ്റെ സഹോദരങ്ങൾ ഒരു കിണറ്റിലെറിയുമ്പോൾ അനുഭവിക്കുന്ന മാനസികമായ പേടി എത്ര വലുതായിരിക്കും, അവിടെ അനുഭവിച്ച ഒറ്റപ്പെടൽ എത്ര വലുതായിരിക്കും. ഒരു കച്ചവട സംഘത്തിന്റെ വെള്ളം കുടിക്കാൻ ഇറക്കിയ ബക്കറ്റിൽ തൂങ്ങിപ്പിടിച്ച് കയറി മിസ്രിലെ ഒരു ചന്തയിൽ ഒരു കച്ചവട ചരക്കായി ഇങ്ങനെ വാങ്ങാൻ വരുന്ന ആളെയും കാത്തിരിക്കുമ്പോൾ അനുഭവിച്ച മനോവേദന എത്ര വലുതായിരിക്കും. അത് കഴിഞ്ഞ് താൻ ഒരു കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ ആ കൊട്ടാരത്തിൽ സർവ്വ അധികാരവുമുള്ള പെണ്ണ് എല്ലാ വാതിലുകളും കൊട്ടിയടച്ച് നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഒരുപക്ഷെ ഒന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ മുന്നിൽ കിട്ടാൻ പോകുന്ന അവസരം എത്ര വലുതായിരിക്കും. ആ അവസരത്തെ ഉപയോഗപ്പെടുത്താതെ രക്ഷപ്പെടാൻ അദ്ദേഹം സഹിച്ച വേദനകൾ എത്ര വലുതായിരിക്കും. അവിടെയൊക്കെ സൂക്ഷ്മത കാണിച്ച് അവസാനം ജയിലിൽ കഴിയേണ്ടി വന്ന സമയത്തു പോലും അള്ളാഹു തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമായ ദഅവത്തിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്താതെ തന്നോട് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിച്ച രണ്ടാളുകളോട് യാ സ്വാഹിബയ സിജിൻ, അല്ലയോ ജയിലിലുള്ള എൻ്റെ 2 കൂട്ടുകാരെ എന്ന് പറഞ്ഞ് തൗഹീദ് ആദ്യം പറഞ്ഞ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം രാജാവ് ജയിൽ മോചിതനാക്കാൻ തീരുമാനിച്ച ആ സന്ദേശവുമായി ആള് വരുമ്പോഴും എന്താണ് ഇപ്പോ ആ പെണ്ണുങ്ങളുടെ വർത്താനം എന്താണ്, ഓലെ നിലപാടൊക്കെ മാറിയോ എന്ന് ചോദിച്ച ആള് ജീവിതത്തിൽ ഈ പ്രതിസന്ധിയിൽ കടന്നു പോകുമ്പോ തിന്മ വരാതിരിക്കാൻ റബ്ബി സിജിൻ അഹബ്ബു ഇലയ്യ, അല്ലാഹുവേ എനിക്ക് ജയിലാണ് ഇഷ്ടം, ഒരു തിന്മയില്ലാതെ ജീവിക്കാൻ പുറത്തിറങ്ങിയ കഴിയൂലെങ്കിൽ എനിക്ക് ജയില് മതി എന്ന് പറഞ്ഞ് സൂക്ഷ്മത കാണിച്ച യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇനിയിപ്പോ ഈമാനിലായിട്ട് മരിക്കും എന്നുള്ള കാര്യത്തിൽ എന്ത് ബേജാറിന്റെ ആവശ്യമാണുള്ളത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കാണ്, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക് വഅല്ലംതനീ മിൻ തഅ്വീലിൽ ഹദീസ്, അല്ലാഹുവേ എനിക്ക് അധികാരം തന്നു, ഈ ഭൂമിയിൽ നിന്റെ അധികാരത്തിന്റെ ഒരു ഭാഗമല്ല നീ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഈ നാടിന്റെ ഭരണത്തിൽ എനിക്കൊരു ഭാഗമുണ്ട്. വഅല്ലംതനീ മിൻ തഅ്വീലിൽ ഹദീസ്, സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള കഴിവും റബ്ബേ നീ എനിക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടാവായ റബ്ബേ, അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും എന്റെ രക്ഷാധികാരി റബ്ബേ നീ മാത്രമാണ്. അതുകൊണ്ട് അധികാരങ്ങൾ നീ എനിക്ക് തന്നു, സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള കഴിവ് തന്നു, ഈ ദുനിയാവിൽ പലതും തന്ന് നീ എന്നെ ആദരിച്ചു റബ്ബേ. പക്ഷെ ആത്മാർത്ഥമായി എനിക്ക് നിന്നോട് ചോദിക്കാനുള്ള കാര്യം, തവഫനി മുസ്ലിമാ വൽഹിഖ്നി ബിസ്സാലിഹീൻ, തവഫനി മുസ്ലിമാ, മുസ്ലിമായിട്ട് നീ എന്നെ മരിപ്പിക്കണം റബ്ബേ. വൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ ചേർത്തു തരണേ. സാധാരണ ആലോചിച്ചൊക്കെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും വലിയ സൂക്ഷ്മത കാണിച്ചിട്ടും ഇനിയിപ്പോ ഞാൻ എന്തായാലും മുസ്ലിമായിട്ട് മരിച്ചു പോകുന്നല്ലോ, കുറച്ചെന്നെ മുസ്ലിമായിട്ട് എന്നെ മരിപ്പിക്കണേ എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഈമാനിൽ തന്നെ നമ്മുടെ ജീവിതത്തെ കാലാകാലം മുന്നോട്ട് കൊണ്ടുപോകുന്നോ, ഈമാനിലായി തന്നെ മരിക്കാൻ കഴിയുന്നോ നമുക്ക് ഉറപ്പിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ്
വിശുദ്ധമായ കഅബാലയത്തെ പടുത്തുയർത്താൻ തന്റെ കൂടെ രാവും പകലും കൂടെ നിന്ന ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അറുക്കാനാണ്, വാപ്പാന്റെ കുട്ടീനെ അറുക്കാന് പടച്ചോൻ പറഞ്ഞു പറഞ്ഞപ്പോ അങ്ങളോട് പടച്ചോൻ പറഞ്ഞ നിങ്ങൾ ചെയ്തോളി എന്ന് പറഞ്ഞ് പിന്തുണ കൊടുത്ത ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ ഇസ്മായിൽ നബിയെയും ഇസ്ഹാഖ് നബിയെയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം കൊടുത്ത വസിയത്ത് എന്താ? വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീ വയാഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബി യാക്കൂബ് നബി മക്കളെ വിളിച്ച് വസിയത്ത് കൊടുത്തു എന്നാണ്. പടച്ചോങ്ങൾക്ക് ഈ ദീനിനെ തെരഞ്ഞെടുത്തതാണ് കേട്ടോ. അതുകൊണ്ട് മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. ഇബ്രാഹിം നബി ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ കുട്ടി ലോകത്ത് അള്ളാനെ മാത്രം ആരാധിക്കാൻ ഉണ്ടാക്കിയ ഒന്നാമത്തെ ആ ഭവനത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ കൂടെ നിന്നാണ് എൻ്റെ കുട്ടി. അറക്കാൻ പറഞ്ഞപ്പോ എൻ്റെ മനസ്സിന് കരുത്ത് തന്ന് പിന്തുണരുന്ന കുട്ടിയാണ്, അതുകൊണ്ട് ഓനൊക്കെ ഉഷാറായിരിക്കും എന്നല്ല. അപ്പൊ എൻ്റെ കുട്ടി മുസ്ലിമായിട്ടല്ലാതെ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വസിയത്ത് കൊടുത്തു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കാലാകാലം ഹിദായത്തിൽ തന്നെ ഇങ്ങനെ നിലനിന്ന് പോകുന്നു നമുക്കൊരു ഉറപ്പുമില്ല. ഈ ആധുനികരായിട്ടുള്ള ചില പണ്ഡിതന്മാര് അവരുടെ ഇപ്പോ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്, നജദിയുടെയാണ് എന്നാണ് ഞാൻ ഓർക്കുന്നത്. അതില് അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. ബഗ്ദാദിലെ പള്ളിയിൽ 40 വർഷം ബാങ്ക് കൊടുത്തൊരു മുഅദ്ദിൻ. നമ്മളമാതിരി മൈക്കമ്മ കൊട്ടി ബാങ്ക് കൊടുക്കാൻ പറ്റിയ സിസ്റ്റം അല്ലാത്തതുകൊണ്ട് ഇതിന്റെ മേലെ കയറിയിട്ടാണ്, മിനാരത്തിന്റെ മേലെ കയറിയിട്ടാണ് ബാങ്ക് കൊടുക്കുക. അപ്പൊ മിനാരത്തിന്റെ മേലെ കയറി ഇങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്തുള്ളത് ഒരു ക്രിസ്ത്യൻ വീടാണ്. ആ വീട്ടിലെ ഒരു പെൺകുട്ടിയെ ഇദ്ദേഹം കാണുകയാണ്. നേരെ ബാങ്ക് കൊടുത്ത് ഇറങ്ങിയിട്ട് താഴെ വന്ന് നേരെ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി അവളെ സ്വന്തമാക്കണം എന്നാണ് മൂപ്പരുടെ മനസ്സിലൊരു ആഗ്രഹം തോന്നിയത്. അപ്പൊ അതിനുള്ള ആവശ്യം അറിയിച്ചപ്പോൾ അവള് പറഞ്ഞു, നിങ്ങൾ മുസ്ലിമാണ്, ഞാൻ മറ്റൊരു മതക്കാരിയാണ്, നമ്മളൊരിക്കലും തമ്മിൽ കല്യാണം കഴിക്കൽ നടക്കൂലല്ലോ. മൂപ്പര് പറഞ്ഞല്ലോ, എങ്കിൽ ഞാൻ എൻ്റെ മതം ഒഴിവാക്കും, മുഹമ്മദ് കൊണ്ടുവന്നതിനെ ഞാൻ ഒഴിവാക്കും. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, അത് എനിക്ക് വിശ്വാസമാവൂല, അതുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മദ്യവും പന്നി മാംസവും നിങ്ങൾക്ക് നിഷിദ്ധമാണ്, അത് രണ്ടും വെച്ചു കൊടുത്തിട്ട് കഴിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം അത് കഴിച്ചു എന്നാണ്. അവസാനം അവൾക്ക് ഓക്കെ, ഇയാൾ മതം മാറി എന്ന് മനസ്സിലായപ്പോ ആ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാൻ പിതാവിനുള്ള അടുത്തേക്ക് അതിൻ്റെ പടികൾ കയറി പോകുമ്പോൾ ആ പടിയിൽ നിന്ന് താഴെ വീണിട്ട് ആ മനുഷ്യൻ മരണപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ മയ്യത്ത് ആളുകൾ തെരുവിലേക്ക് എടുത്തെറിഞ്ഞു. അദ്ദേഹം പറയാണ്, 40 വർഷം ബാഗ്ദാദിലെ പള്ളിയിൽ ബാങ്ക് കൊടുത്ത മനുഷ്യന്റെ ശവശരീരം തെരുവിൽ കണ്ടതാണ് ജീവിതത്തിൽ കണ്ട ഏറ്റവും ദുരന്തപൂർണമായ കാഴ്ച എന്നാണ്. അതുകൊണ്ട് ഹിദായത്തിൽ ജീവിക്കുക, ഹിദായത്തിൽ മരിക്കാനാവുക, ഈമാൻ നിലനിന്ന് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് സഹോദരങ്ങളെ കുറച്ചധികം റിസ്ക് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ ചുരുങ്ങിയ സമയത്തെ സംസാരത്തിൽ ഒരു 10 കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഈമാനിൽ നിലനിന്ന് പോകാൻ സഹായകരമാകുന്ന ഒരു 10 കാര്യം പറഞ്ഞു പോകാൻ. ഒന്നാമത്തേത് വേണ്ടത് എന്താ വെച്ചാൽ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്ന പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഒന്ന് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന എന്നുള്ള വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അതുപോലെ അതിലധികം നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. പടച്ചോനെ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, നിന്റെ മനസ്സിനെ, നിന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ റബ്ബെ നീ ഉറപ്പിച്ചു നിർത്തണേ എന്നാണ്. സഹോദരങ്ങളെ, പ്രകോപനങ്ങൾ പലതും മനുഷ്യന്റെ മനസ്സു മാറാൻ കാരണമാകും. പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും അവസ്ഥകൾ ഉണ്ടായാൽ ഈമാൻ കുറഞ്ഞു പോകും. ചില ആളുകൾക്ക് ദുനിയാവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലാഭം കിട്ടാനുള്ള ചില വഴികൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈമാൻ തൽക്കാലം മനുഷ്യന്മാർ പണയപ്പെടുത്തും. ആളുകൾക്ക്
ഒരു ഒഴുക്കിനനുസരിച്ച് നീങ്ങാനാണ് എപ്പോഴും മനുഷ്യർ താല്പര്യപ്പെടുന്നത്. ഒഴുക്കിനനുസരിച്ച് നീങ്ങുക എന്നുള്ളത് വലിയ ത്യാഗമല്ല, ഒഴുക്കിനെതിരെ നീന്തിക്കയറലാണ് ത്യാഗം. ലോകവും കാലവും ഒക്കെ അനുനിമിഷം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് എന്താണ് നമ്മുടെ ഈമാനിനെ ചോർത്തിക്കളയാൻ അറിയാത്തത് കൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു ഒരു യാത്രയിൽ കൂട്ടുകാരോട് അദ്ദേഹം പറയുന്നുണ്ട്, അലാ ഉഅല്ലിമുക മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുനാ, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചെന്ന ഒരു പ്രാർത്ഥന ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംർ, അല്ലാഹുവേ കാര്യങ്ങളിൽ ഒരു ഉറപ്പ്, ഒരു സ്ഥിരത റബ്ബേ നീ എനിക്ക് നൽകണേ. വഅസ്അലുക അസീമത റുഷ്ദ്, അല്ലാഹുവേ സത്യസന്ധതയിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ, നേർവഴിയിൽ പോകാനുള്ള ഒരു മാനസികാവസ്ഥ റബ്ബേ നീ എനിക്ക് തരണേ. വഅസ്അലുക ശുക്ര നിഅമതിക്, അല്ലാഹുവേ നീ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിക്കാനുള്ള മനസ്സു തരണേ. വഹുസ്ന ഇബാദതിക്, ഏറ്റവും നന്നായി നിനക്ക് ഇബാദത്ത് എടുക്കാൻ തൗഫീഖ് തരണേ. വഅസ്അലുക ലിസാനൻ സ്വാദിഖ വഖൽബൻ സലീമ, അല്ലാഹുവേ ഞാൻ നിന്നോട് സത്യസന്ധതയുള്ള നാവും സമാധാനമുള്ള വിശുദ്ധമായ ഹൃദയവും ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ശർരി മാ തഅലം, അല്ലാഹുവേ നിനക്കറിയാവുന്ന തെറ്റായ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വഅസ്അലുക മിൻ ഖൈരിൻ മാ തഅലം, നന്മയാണെന്ന് നിനക്ക് ബോധ്യമുള്ള എല്ലാ നന്മകളും അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅസ്തഗ്ഫിറുക മിമ്മാ തഅലം, അല്ലാഹുവേ നിനക്കറിയുന്ന എല്ലാറ്റിൽ നിന്നും, എന്നിൽ സംഭവിച്ച എല്ലാം നിനക്കറിയാം, അറിയുന്ന എല്ലാറ്റിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, നീ എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണ്. ഇത്ര വിശാലമായ പ്രാർത്ഥനയാണ്. ഒരു സ്ഥിരതയുള്ള ഒരു മനസ്സും സ്ഥിരതയുള്ള ഒരു ജീവിതവും റബ്ബേ നീ എനിക്ക് തരണം. സത്യസന്ധതയുള്ള നാവും സമാധാനമുള്ള ഹൃദയവും പടച്ചവനെ നീ എനിക്ക് തരണം. അപ്പൊ സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. എന്താ പറയുക, ഈ തഹജ്ജുദിന്, ഈ തറാവീഹിന്റെ സുജൂദുകളൊക്കെ നമുക്ക് ഏത് പ്രാർത്ഥനയും പ്രാർത്ഥിക്കാൻ പറ്റിയതാണ്. അപ്പൊ അവിടെയൊക്കെ ഇടക്കൊക്കെ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് എന്നൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ ചോദിക്കണം എപ്പോഴും അള്ളാഹുവിനോട്, ഈ ഈമാനിൽ ഉറച്ചു നിൽക്കാൻ. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല്, നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് വേണം. ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ, പടച്ചോന്റെ പിന്തുണയും സപ്പോർട്ടും ഇല്ലെങ്കിൽ അനുനിമിഷം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ദുർബലരാണ് നമ്മൾ. ആ ദുർബലത എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാകണം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മദിയനിലേക്ക് രക്ഷപ്പെട്ട് അവിടെ കണ്ട 2 പെൺകുട്ടികൾക്ക്, ആ പെൺകുട്ടികളുടെ ആടുകൾക്ക് വെള്ളമൊക്കെ കൊടുത്ത് ഒരു തണലിലേക്ക് ഒഴിഞ്ഞു നിന്നിട്ടാണ് അദ്ദേഹം പ്രാർത്ഥിച്ചില്ല. ഫസഖാലഹുമാ തുമ്മ തവല്ല ഇല ളിൽ വഖാല റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, നീ എനിക്ക് എന്ത് തന്നാലും അതിന് ആവശ്യക്കാരനാണ് ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാ, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, മനുഷ്യന്മാരെ നിങ്ങളൊക്കെ പടച്ചോന്റെ അടുത്തേക്ക് ആവശ്യക്കാരാണ്, നമ്മളൊക്കെ ഫഖീറന്മാരാണ്. ശരിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചില്ലേ, വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ, കണ്ണിമ വെട്ടുന്ന സമയം എൻ്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കരുത് എന്ന് കൊണ്ടിറക്കാൻ കഴിയൂല. സഹോദരങ്ങളെ, നമ്മൾ കഴിക്കണ ഭക്ഷണം എത്ര കട്ടിങ്ങാനുള്ള ഭക്ഷണം കഴിച്ചാലും അതിങ്ങോട്ട് ദഹിച്ച് അതിൽ വേണ്ടതൊക്കെ ശരീരത്തേക്ക് എടുത്ത് വേണ്ടാത്ത ഇങ്ങനെ പുറത്തേക്ക് പോവാണ് അല്ലേ. അതിന് നമ്മുടെ ആമാശയത്തിന്റെ അകത്ത് ഒരു പ്രത്യേകമായ ഒരു ആസിഡ് അതിന് റെഡിയാണ്. അതെങ്ങാനും ഈ ആമാശയത്തിന്റെ ഭിത്തിയിൽ തട്ടിയിരുന്നെങ്കിൽ വലിയ കേട് വരുന്നതാണ്. അതുകൊണ്ട് ഇത് ആമാശയത്തിന്റെ ഭിത്തിയിൽ തട്ടാതിരിക്കാൻ ഒരു ലെയർ അതിനെങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ 3 ദിവസവും കൂടുമ്പോൾ ഈ ലെയർ ഇങ്ങനെ മാറ്റുന്നുണ്ട് പടച്ചോന്നാണ് നമ്മൾ അറിയുന്നുണ്ടാവും. അവിടെ നിന്ന് പോയാൽ നമ്മളെ മൂത്രസഞ്ചിയിലേക്ക് ഏകദേശം ഒരു 300-400 മില്ലി മൂത്രം ഇങ്ങനെ ഇച്ചിന് വീഴുന്ന സമയത്താണ് അത്ര തലച്ചോറിന് സിഗ്നൽ പോകുക മൂത്രമൊഴിക്കാൻ അയക്കണമെന്ന്. അപ്പോഴേ നമ്മളിങ്ങനെ എവിടെ പോയി ഒരു സ്ഥലം നമ്മൾ തിരയണത്. ആ സിഗ്നൽ കൈമാറുന്ന സിസ്റ്റമാണ് നിന്ന് പോയാലേ ഞങ്ങളോട് പറയണ ഒരു കല്യാണത്തിന് നമുക്ക് പോകാൻ പറ്റുമോ? ഒരു കുടിരിക്കലിനും ഒരു സൽക്കാരത്തിനും ഒരു ടൂറിനും ഒരു വയലിനും ഒരു ജുമഴക്കും ഒരു ജമാഅത്തിനും നമുക്ക് പോകാൻ പറ്റൂല.
അപ്പൊ ആ ഒരു തുള്ളി മൂത്രം ഇറ്റി വീഴുന്നിടത്ത് പോലും നമ്മൾ എത്ര ഫഖീർമാരാണ്. ആ ഫഖീറാണ് എന്നുള്ള ബോധ്യം ഉണ്ടാവണം. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത്രമേൽ നിസാരമായ ഒരു സാധനമാണ് എന്ന ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നാട്ടിൽ കാണുന്ന എല്ലാറ്റിൻ്റെയും പിന്നാലെ പോണ മനസ്സെന്ന് നമുക്കിന് മാറാൻ പറ്റുള്ളൂ. ആളുകൾ വെല്ലുവിളിക്കുകയാണ്, അല്ലേ? ജീവിതം കൊണ്ട് വെല്ലുവിളിക്കുകയാണ്. ഇന്ന് മുസ്ലിം ആയവൻ നാളെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാണ്, ഐ ആം എൻ എക്സ് മുസ്ലിം. ഞാൻ ഇന്നലെ വരെ മുസ്ലിം ആയിരുന്നു, നെക്സ്റ്റ് മുസ്ലിം ആയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചോന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. എന്തുകൊണ്ട് അറിയോ? ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഈ ദുനിയാവിന് പടച്ചോൻ കൊടുക്കാത്തോണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഒരു കൊതുകിന്റെ ചിറകിനുള്ള വില എങ്ങാനും പടച്ചോൻ ഈ ദുനിയാവിന് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ ഒരു കാഫിറും ഇവിടെ വെള്ളം കുടിച്ച് ജീവിക്കൂലായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അതില്ലാത്തോണ്ടാണ് പടച്ചോൻ എല്ലാവർക്കും ഇത് കൊടുക്കുന്നത്. അവിടെ സഹോദരങ്ങളെ, നമ്മൾ വളരെ ദുർബലരൻ. ഈ ദുർബലതയാണ് എൻ്റെ ജീവിതമെന്ന് നമുക്ക് എപ്പോഴും ബോധ്യം ഉണ്ടാവണം. ഒരാളെ കുറിച്ചൊരു അനുഭവം പലപ്പോഴും പ്രഭാഷണത്തിലൊക്കെ പലരും പങ്കുവെച്ച് കേട്ടിരുന്നു. അപ്പൊ ഞാൻ ഒരു ദിവസം എൻ്റെ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ അത് പറഞ്ഞു. ഒരു 5 വർഷം മുമ്പ് അതൊരു മനുഷ്യന് അദ്ദേഹത്തിന്റെ കുടലിൽ ക്യാൻസർ വന്നിട്ട് ആ ഭാഗം കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ കട്ട് ചെയ്താൻ ഡോക്ടർമാരൊക്കെ പറഞ്ഞത് കട്ട് ചെയ്താൽ നിങ്ങൾ അസുഖം മാറും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ നേരത്തെ പറഞ്ഞ ഈ മെസ്സേജ് ഉണ്ടല്ലോ, ടോയ്ലറ്റ് പോകാൻ അയക്കണമെന്നുള്ള ആ സിസ്റ്റം പിന്നെ നിയന്ത്രിക്കാൻ പറ്റൂല. നമുക്കിപ്പോൾ ഒന്ന് ടോയ്ലറ്റ് പോകാൻ തോന്നിയാലും കുറച്ച് സമയം നമ്മൾ അത് നിയന്ത്രണം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ എന്താ വഴി വെച്ചൊരു ബാഗൊക്കെ ഇട്ടുകൊണ്ട് അതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇതായിക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി വേസ്റ്റ് ഇങ്ങനെ പോവുക. അപ്പൊ ഞാനിതിങ്ങനെ ക്ലാസ് പറഞ്ഞപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരാളിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളാ പറഞ്ഞ അതേ അവസ്ഥ അനുഭവിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ എന്നോട് പറഞ്ഞാണ്. പക്ഷെ ഡോക്ടർമാർ ഇങ്ങനെ കട്ട് ചെയ്യുന്നതിന് പകരം അതിൻ്റെ മേൽഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് ശരിയാക്കാം എന്നൊരു ഡോക്ടറുടെ അഭിപ്രായ പ്രകാരം ആ നിലക്ക് ചെയ്തു. അൽഹംദുലില്ലാ ആ ട്രീറ്റ്മെൻറ്റ് വിജയിച്ചു. ഇപ്പോൾ പ്രശ്നമില്ല. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുകയാണെ, ഇപ്പൊ ജമാഅത്തിന് പോകാത്തതൊക്കെ അപ്പം മനസ്സിക്ക് ഇങ്ങനെ വരും. ഇപ്പൊ ഒരു ഖുർആൻ ക്ലാസ് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു മടിയും അലസതയൊക്കെ തോന്നണം, അപ്പം മനസ്സിക്ക് ഇങ്ങനെ വരും. പള്ളിയിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം ബാങ്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിങ്ങനെ പിടക്കും. പക്ഷെ ഈ ബാഗും തൂക്കി പോകാൻ പറ്റും നമുക്ക്? സഹോദരങ്ങളെ, ജീവിതം എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ് എന്നുള്ളൊരു ബോധ്യം എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവണം. അത് ഈമാനിൽ നമുക്ക് കുറച്ചും കൂടി ഉറച്ചു നിൽക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കും. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായ ധാരണ നമ്മൾ ഉണ്ടാക്കി വെക്കണം. ആരാ പടച്ചോൻ? ആ പടച്ചോനെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഇൻദഹു മഫാതീഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. അള്ളാഹിന്റെ അടുത്താണ് എല്ലാ രഹസ്യത്തിന്റെയും താക്കോലുള്ളത്. അത് അള്ളാഹ്ക്കല്ലാതെ അറിയില്ല. ഒരേ ഇല താഴെ വീണുണ്ടെങ്കിൽ നമ്മളെ പെരയിലുള്ള ഒരു പുളിമരം മാത്രം നമ്മൾ മനസ്സിൽ കണ്ടോക്കാണ്, ഒറ്റ മരം, അതിന് മാത്രം എത്ര ഇല ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലോകത്തെ മുഴുവൻ മരങ്ങളിലും ആമസോൺ കാടുകളിലെ മരത്തിന്റെ എണ്ണ എടുക്കാൻ പറ്റും നമുക്ക്? വീട്ടിലെ പുളിമരത്തിലെ ഒരു ഇല, ഒരു നെല്ലിമരത്തിലെ ഒരു ഇല, എത്ര ചെറിയ ഇലയാണ്, അതൊന്ന് നെറ്ററ്റ് താഴെ വീണുണ്ടെങ്കിൽ പോലും ഇല്ല യഅലമുഹ, അത് അള്ളാഹ് അറിഞ്ഞിട്ടല്ലാതെ വീണില്ല. അതാണ് നമ്മളെ റബ്ബ്. ആ റബ്ബിനെയാണ് ഒരു ഡോറിന് കുറ്റിയിട്ടുകാണ്ട് പറ്റിക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. ആ റബ്ബിനെയാണ് ഹിസ്റ്ററി മുഴുവൻ ക്ലിയർ ചാറ്റ് ചെയ്താൽ ഞാൻ കഴിച്ചിലാകുമെന്ന് വിചാരിക്കണത് നമ്മൾ. ആ റബ്ബിനെ പറ്റിക്കാനാണ് മൊബൈൽ, ഈ ചെറുപ്പക്കാരൊക്കെ മൊബൈലിൽ അതിന്റെ ബ്രൈറ്റ്നെസ് കുറച്ച് വെച്ചാൽ ഇത് ആരും കാണൂല എന്ന് വിചാരിക്കണത്. അനേകം കോടി മരങ്ങളിലെ കോടാനുകോടി ഇലകളിൽ ഒന്ന് നെറ്ററ്റ് താഴെ വീഴുന്നുണ്ടെങ്കിൽ ഇല്ല യഅലമുഹ, നിന്റെ റബ്ബ് അതറിഞ്ഞിട്ടല്ലാതെ അത് സംഭവിക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കും. അപ്പൊ എവിടെങ്കിലൊക്കെ ഒരു വ്യതിചലനം വരുമ്പോ ഇതിന്റെ റബ്ബ് ഇങ്ങനെയുള്ള റബ്ബാണ് എന്നൊരു ബോധ്യവും ചിന്തയും നമുക്കുണ്ടാകണം. ഈ ചിന്ത നമ്മളെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം. ഏതെങ്കിലുമൊക്കെ ക്യാമ്പസിന്റെ ഹോസ്റ്റൽ മുറിയിൽ നിന്ന് ആരെങ്കിലും ഒരു പൊടിയും പോലെയൊക്കെ എടുത്ത് കൈ കൊടുക്കുമ്പോ ഒന്ന് നോക്കി നോക്ക്. ഇപ്പോൾ ഈ 24 നടത്തിയ ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. ഒരു MDMA അഡിക്റ്റായി അതിന്റെ കച്ചവടക്കാരനായി പിന്നീട് അതിൽ നിന്ന് മോചിതനായ ഒരാളുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. കുറച്ചൊരു 1.5 മണിക്കൂറുള്ള ഇന്റർവ്യൂ ആണ്. അതിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്ന ഒരു കാര്യം, ആദ്യമായി ടൂറ് പോയ സമയത്താണ്
എനിക്ക് ഈ MDMA സുഹൃത്തുക്കൾ തന്നത്. ഞാൻ കുറേ നിഷേധിച്ച് അവരെന്നോട് പറഞ്ഞത് ഭയങ്കര എൻജോയ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ് അത് തന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സിഗരറ്റും കൂടി വലിക്കാൻ പറഞ്ഞു. ഞാൻ ഇതുവരെ ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത ആളാണ് എന്ന് പറഞ്ഞവൻ അതിൽ എങ്ങനെ പെട്ടു എന്നും പിന്നെ എങ്ങനെ കച്ചവടക്കാരനായി എന്നും ആരൊക്കെ വാങ്ങാൻ വന്നു എന്നും പിന്നെ ഇന്ന് എങ്ങനെയാണോ മോചിതനായതെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. പറയുന്നത് നമ്മളെ കുട്ടികൾക്ക് ഈ ബോധം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. എല്ലാ എൻജോയ്മെൻറ്റിൻ്റെ അപ്പുറത്ത് നമ്മൾ അറിയണ ഒരു പടച്ചോന്നുണ്ട് എന്നുള്ള ഒരു ചിന്താഗതി നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാവണം. ആ അള്ളാഹുവിനെ കുറിച്ച് വിശാലമായ അറിവ് നമുക്കുണ്ടാകണം. ഉണ്ടെങ്കിൽ തൗഹീദിലും ഒരു അടിയുറച്ച് നിൽക്കാൻ പറ്റുള്ളൂ. ആൾക്കാർ എന്തൊക്കെ പറയണത്, ഈ ലോകത്ത് പടച്ചോനല്ലാത്ത സർവ്വതിനെയും നിയന്ത്രിക്കുന്നത് CM മടവൂരാണ് എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു ബേജാറും പേടി ഇല്ലാത്തത് എന്തുകൊണ്ടറിയോ? അള്ളാഹിനെ അറിയാത്തതുകൊണ്ടാണ്. ശരിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്തുൽ കുർസിയാണ്. വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്. ആകാശഭൂമികളോളം വിശാലതയുള്ളതാണ് അള്ളാഹുവിന്റെ കുർസി. എന്താ കുർസി? അർശിലിരിക്കണ റബ്ബ് പാദം വെക്കുന്ന സ്ഥലമാണ് കുർസി എന്നാണ്. അതിന്റെ വിശദീകരണം എന്താ? ഈ കുർസിയിനെ ആകാശഭൂമികളെ കൊണ്ടുവന്ന് കുർസിയിനോട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ വലിയൊരു മരുഭൂമിയിൽ ഒരു മോതിരം കൊണ്ടുവച്ച വലുപ്പം ഉണ്ടാവുള്ളൂ ആകാശത്തിനും ഭൂമിക്കും. അപ്പൊ ആ കുർസി എത്ര വലുതാ? ആ കുർസി എങ്ങാനും അർഷിനോട് താരതമ്യം ചെയ്യുകയാണെങ്കിലും ഇതേ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ അർഷ് എത്ര വലുതാ? ആ അർഷിലുള്ളവനാണ് നമ്മളെ റബ്ബ്. എന്നിട്ട് ആ അർഷടക്കം സർവ്വം നിയന്ത്രിക്കുന്നത് CM മടവൂരാണെന്ന് ഒരുത്തിന് പറയണമെങ്കിൽ അള്ളാഹിനെ കുറിച്ച് ബോധ്യമില്ലാത്തതുകൊണ്ടാണല്ലോ. അതുകൊണ്ടാണല്ലോ തൗഹീദ് എന്ന് തെറ്റിപ്പോണത്. ആ പടച്ചവൻ ഞാൻ എൻ്റെ ഈ ജീവനാഡിയേക്കാൾ അറിവ് കൊണ്ട് കഴിവ് കൊണ്ട് എൻ്റെ ഈ ജീവനാഡിയേക്കാൾ അടുത്തുണ്ട് എന്നുള്ളൊരു ചിന്ത അതില്ലാത്തതുകൊണ്ടാണല്ലോ കിലോമീറ്ററുകൾ അകലെ മരിച്ചു കിടക്കണേ മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കാൻ ആളുകളുടെ മനസ്സ് പാകപ്പെടുന്നത്. പടച്ചോനെ ശരിക്കും മനസ്സിലാക്കലാണ് ഈമാനിൽ അടിയുറച്ചു നിൽക്കാനുള്ള ഒരു മാർഗം. നാലാമത്തെ കാര്യം എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു നന്മയുടെ കൂട്ടുകെട്ട് വേണം. ഒരു നന്മയുടെ കൂട്ടുകെട്ട് എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാകണം. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മസലു ജലീസി സ്വാലിഹി വസ്സൗഇ കഹാമിലിൽ മിസ്ക് വനാഫിഖിൽ കീർ. നമുക്കറിയുന്ന ഹദീസാണ്. ഒരു നല്ല കൂട്ടുകാരന്റെ ഉപമ എന്ന് പറഞ്ഞാൽ ആ ഉപമ ഒരു അത്തർ വിൽപ്പനക്കാരനെ പോലെയാണ്. എന്താ അവന്റെ പ്രത്യേകത? അത്തർ വിൽപ്പനക്കാരൻ അവിടെ പോയാൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് നല്ല സാധനമാണ്. ഇനി നമ്മൾ കുറച്ചു നേരം അവൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നാൽ ചിലപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നതും ഈ നല്ല ഒരു ഗന്ധമായിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് തരിക. മൂന്നാമത്തത്, ഇനി നമ്മൾ വാങ്ങിയതില്ല ഓനൊന്നും തന്നതുമില്ല, അവിടെ ഇരിക്കണ സമയത്ത് ഒരു നല്ലതേ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ കൂട്ടുകെട്ട് നമുക്ക് ഉണ്ടാവണം. നമ്മൾ നല്ല കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന, നല്ലത് ഷെയർ ചെയ്യുന്ന, ഒരു ഈമാനിക അവസ്ഥയിൽ നിലനിൽക്കാൻ എപ്പോഴും നമ്മെ സഹായിക്കുന്ന നല്ല ഒരു കൂട്ടുകെട്ടായിരിക്കണം എപ്പോഴും നമുക്കുണ്ടാകേണ്ടത്. എന്നാൽ മോശപ്പെട്ട കൂട്ടുകാരൻ ഉലയിൽ ഊതുന്നവനെ പോലെയാണ്. ആ തൊഴിലിനെ മോശമാക്കി പറഞ്ഞല്ല, പക്ഷേ അവിടെ എപ്പോഴും ഒരു പുകയുടെയും ഒരു വിയർപ്പിന്റെയും ഗന്ധങ്ങളാണ് ഉണ്ടാവുക. ഈ കുറച്ചു നേരം അവിടെ ഇരുന്നാൽ ഈ പൊടി ഇതൊക്കെ അനുഭവിക്കാനുള്ളത്. ആ തീപ്പൊരി വന്നാണ് ഡ്രസ്സും മറ്റും കേടുവരുത്തല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ലല്ലോ. സഹോദരങ്ങളെ, നമ്മുടെ സുഹൃത്ത് വലയം എന്താണ്? ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ ഈ മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നും ഇതൊക്കെ ഇപ്പോൾ അതൊരു സുഹൃത്ത് വലയമാണത്. എന്തിനറിയോ? ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു മെസ്സേജ് ആയിക്കോട്ടെ, അന്ന് സുബൈക്ക് എന്തേ കണ്ടില്ലല്ലോ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റേ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ട്രാക്കിൽ നിന്ന് മെല്ലണ ഇറങ്ങുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ നമ്മളെ ട്രാക്കിന് തിരിച്ചു കയറ്റാൻ പറ്റിയ നല്ല ഒരു സുഹൃത്ത് വലയം നമുക്കുണ്ടാകണം. നമ്മളെ കുട്ടിയൊക്കെ ഉണ്ടാവണം, നമ്മളെ ഭാര്യമാർക്ക് ഉണ്ടാവണം. ഇന്ന് പല ജാതി സുഹൃത്ത് വലയങ്ങളുണ്ട്. ഈ ഡൈവേഴ്സ് ആയ ആൾക്കാരൊക്കെ പാടെ മീറ്റിംഗ് കൂടിയാണ്ട് പിന്നെ കോഴിക്കോട് വലിയ പരിപാടി ഉണ്ടായിരുന്നു. ആ കണ്ണിയിൽ നമ്മളെ കുട്ടികളെ പെട്ടുപോയാൽ ചിലപ്പോൾ ഒന്ന് ഡൈവേഴ്സായി നമ്മളൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുത്തെങ്കിന്നൊക്കെ ഒരു ചിന്തിക്കുക. അതുകൊണ്ട് സുഹൃത്ത് വലയങ്ങൾ പലതും ഉണ്ട്. നന്മയുടെ സുഹൃത്ത് വലയം ഉണ്ടാകണം. അബൂ ത്വാലിബ് 42 കൊല്ലാണ് പ്രവാചകനെ സംരക്ഷിച്ചത്. 42 കൊല്ലം. പക്ഷെ എന്തേ അബൂ ത്വാലിബ് ഇസ്ലാം സ്വീകരിക്കാതിരുന്നത്? മരിക്കാൻ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇവിടുന്ന് പറയണം, ഖുൽ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിതൃവ്യ, ഒന്ന് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാലോ.
നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. അപ്പൊ അപ്പുറത്ത് നിന്നുകൊണ്ട് അബൂജഹൽ ഇങ്ങനെ പറയും, ഇതാ അബ്ദുൽ മുത്തലിബിന്റെ മാർഗം വിട്ട് പോണ്ടട്ടാ. അവസാനം ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിലായി മരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. ആരാ ഈ പ്രലോഭനവും പ്രചോദനവും കൊടുത്തത്? ആരാ? കൂട്ടുകാരനാണ്, അബൂജഹലാണ്. വലീദ് ബിൻ മുഗീറ. വിശുദ്ധ ഖുർആനിലെ 74-ാം അധ്യായം സൂറത്തുൽ മുദ്ദസ്സിറിൽ വിശദമായി വലീദ് ബിൻ മുഗീറയെ കുറിച്ച് അല്ലാഹു സംസാരിച്ചു. ഇന്നഹു ഫക്കറ വഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ ثم قتل كيف قدر ثم نظر ثم عبس وبصر. അത് ഇവന് ഈ വലീദ് ബിൻ മുഗീറയെ കുറിച്ചാണ് സംസാരിച്ചത്. എന്ത് സംഭവം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതി കൊടുത്തപ്പോൾ ഈ വലീദ് ബിൻ മുഗീറ അറേബ്യൻ സാഹിത്യത്തിൽ, കവിതയിൽ, പാട്ടിൽ ഒക്കെ ഭയങ്കര പരിജ്ഞാനമുള്ള ആളാണ്. അപ്പൊ അങ്ങനത്തെ ഒരാളെ ഈ ഖുർആൻ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി പറഞ്ഞയച്ച് അദ്ദേഹം ഇത് കേട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ ഈ കവിതയും പാട്ടും കാര്യമൊക്കെ ഏറ്റവും നന്നായി അറിയണം. പക്ഷെ ഞാൻ മനസ്സിലാക്കണത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറയണത് ഇതൊരിക്കലും ഒരു മനുഷ്യന് പറയാൻ പറ്റിയ വാക്കല്ല. ഇത് വേറെന്തോ ഒരു ശക്തി മുഹമ്മദിന് പിന്നിലുണ്ട്. അബൂജഹലാണ് കയറി ചെന്നിട്ട് പറഞ്ഞു, അല്ല നിങ്ങളിപ്പോൾ എന്തോ ഒരു നിലപാട് മാറ്റി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് നാട്ടിലുള്ള അധികാരവും പദവിയും സ്ഥാനമൊക്കെ ഇങ്ങനെ പറഞ്ഞ് അപ്പോഴും വലീദ് ബിൻ മുഗീറ പറഞ്ഞത്, എന്നോളം കവിതകളിൽ അറിവുള്ള ആരും നിങ്ങളെ കൂട്ടത്തിലില്ല. അതുകൊണ്ട് എൻ്റെ ബോധ്യം ഇതാണ്. പിന്നെ അബൂജഹൽ കുറച്ച് സോപ്പിട്ടപ്പോഴാണ് ഇന്നഹു ഫക്കറ വഖദ്ദർ, ഓനൊന്നിങ്ങനെ ചിന്തിച്ചൊന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്തു എന്നാണ്. فقتل كيف قدر ثم قتل كيف قدر ثم نظر ثم عبس وبصر ثم أدبر واستكبر إن هذا إلا سحر يؤثر. ഇങ്ങനെ ചിന്തിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഇത് ഒരു സിഹറാണ്. ഓനെങ്ങനെയാണ് ആ നിലപാട് മാറ്റാൻ പറ്റിയത്? അവന് നാശമുണ്ടാകട്ടെ എന്നാ പടച്ചോൻ പറഞ്ഞത്. ആരെ? അബൂജഹൽ ചെന്നിട്ട് തിരിപ്പിച്ചാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ച് നിൽക്കണമെങ്കിൽ നല്ല ഒരു കൂട്ടുകെട്ടുണ്ടാവുക എന്നത് വളരെ പ്രധാനം. അത് നമ്മൾ ബോധപൂർവ്വം ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് നല്ലത് ഷെയർ ചെയ്യാൻ പറ്റിയ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ദീനി കാര്യങ്ങൾ ഉപദേശിക്കാൻ പറ്റിയ നല്ല കൂട്ടുകെട്ട് നമുക്കുണ്ടാകണം. 5-ാമത്തെ കാര്യം, നമ്മൾ മതപരമായ അറിവ് കുറച്ചുകൂടിയൊക്കെ നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, കദാലിക ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. പ്രകാരം അള്ളാന്റെ അടിമകളിൽ അള്ളാനെ ഭയപ്പെടുക അറിവുള്ളവരാണ്. അതുകൊണ്ട് മതപരമായ അറിവ് നമ്മൾ നേടിയെടുക്കാൻ പരിശ്രമിക്കണം. ശരിക്കും ഈ QHLS ക്ലാസ് എന്നൊക്കെ പറഞ്ഞാല് നമുക്ക് ആ ഒരു ദീന് കിട്ടാൻ, ആ അറിവ് കിട്ടാനുള്ള വഴിയാണ്. നമ്മൾ തീരുമാനിക്കേണ്ട എന്താ പറയുക, ബോധപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഒരു QHLS പോലും നമ്മൾ മുടക്കരുത്. നമുക്കിപ്പോൾ ഇത് ചില ആൾക്കാർക്ക് മനപ്പാടുള്ള ആയത്തായിരിക്കും എടുക്കുന്നത്. ഒരു ആയത്ത് ഇങ്ങനെ കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥവും വിശാലമായിട്ടുള്ള അതിൻ്റെ ആശയമൊക്കെ പഠിക്കുമ്പോൾ നമ്മളെ ഈമാനിൽ ഭയങ്കരമായ പുരോഗതി ഉണ്ടാവും. ഒരു ദീനിയായ കാര്യങ്ങൾ, ഒരു ഹദീസ് പഠിക്കുമ്പോൾ ഒരു വല്ലാത്ത ഒരു ശ്രദ്ധ അതിലുണ്ടാകും. ഓരോ അറിവ് കിട്ടുന്നതിനനുസരിച്ച് പടച്ചവനെ കുറിച്ചും പരലോകത്തെ കുറിച്ചൊക്കെ അറിയുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ഈമാനിൽ കുറച്ചും കൂടി ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് അറിവ്, മതപരമായ അറിവ് എപ്പോഴും നമ്മൾ നേടിയെടുക്കണം. അള്ളാഹിനെ കുറിച്ച് ശരിക്ക് പഠിച്ചാൽ, പരലോകത്തെ കുറിച്ച് ശരിക്കറിഞ്ഞാൽ, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ശരിക്കൊരു ബോധ്യം നമുക്കുണ്ടായാൽ, അങ്ങനെ മതപരമായ അറിവ് നേടുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ള ആളുകൾക്കാണ് എപ്പോഴും ഒരു ഭയം ഉണ്ടാകുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കാൻ. 6-ാമത്തെ കാര്യം, വിശുദ്ധ ഖുർആനിനോടൊരു ആത്മബന്ധം നമ്മൾ എപ്പോഴും നിലനിർത്തി പോകണം. ഖുർആനിനോട് നമുക്കൊരു ആത്മബന്ധം ഉണ്ടാക്കണം. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, وقال الذين كفروا لولا نزل عليه القرآن جملة واحدة كذلك لنثبت به فؤادك ورتلناه ترتيلا. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്രകാരം ഈ അവിശ്വാസികളായ ആളുകൾ പറയുന്നുണ്ട്, അള്ളാഹ്ക്ക് ഈ ഖുർആൻ ഒറ്റയടിക്കാൻ ഇറക്കി കൊടുത്തുകൂടെ എന്നല്ലേ. ശരി, ഞാനിത് നിങ്ങൾക്ക് ഇങ്ങനെ ഇറക്കി തന്നത് കദാലിക ലിനുസബ്ബിത ബിഹി ഫുആദക്, താങ്കളുടെ ഹൃദയത്തെ ഒന്ന് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ തന്നെ നിങ്ങൾക്ക് സാവകാശം ഇത് പാരായണം ചെയ്തു തരും. ഖുർആൻ നമ്മുടെ മനസ്സിനെ ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റും. ഖുർആനിന്റെ ആഴങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ നമുക്ക് പടച്ചോനിൽ പ്രതീക്ഷ ഉണ്ടാവും, നമുക്ക് പടച്ചോന്റെ കാര്യത്തിൽ ഭയമുണ്ടാകും.
നമുക്ക് ഈ ദീന് വിട്ടു പോകുന്നതിൽ നമുക്ക് വലിയ പേടിയുണ്ടാകും. ഖുർആനിന്റെ വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോയാൽ അവിടെ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശദീകരണം, പരലോകത്തെ കുറിച്ചുള്ള വിശദീകരണം, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്നതൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായ പ്രതീക്ഷ ദീനിന്റെ കാര്യത്തിൽ ഉണ്ടാകും. ഇന്ന് നമ്മളെ വഴി തെറ്റിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ പറയുന്ന കുറെ വാക്കുകളിൽ ഒന്നെന്താ വെച്ചാല്, ഈ ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരു എൻജോയ്മെന്റും കിട്ടൂല എന്നാണ്. ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരു എൻജോയ്മെന്റും കിട്ടൂല. നിങ്ങൾക്ക് എന്ത് രസമുള്ളത്? ഇപ്പൊ ശരിക്ക് ഈ റമദാനിൽ ഒരു ട്രെൻഡ് ഉണ്ട്. ഈ റമദാനിലെ ട്രെൻഡ് എന്താണെന്നറിയോ? നടന്ന് തിന്നുക. ഈ റമദാനിലെ ട്രെൻഡാണ്. വലിയ വലിയ ലക്ഷറി ഇഫ്താർ സംഗമങ്ങൾ, 700 റുപ്പി 850 റുപ്പി ഒരാൾക്കുള്ള ഫുഡാണ് ഈ നോമ്പ് തുറക്കുമ്പോൾ. ആലോചിച്ച് നോക്കണം, 850 രൂപക്ക് ഒരു മനുഷ്യൻ നോമ്പ് തുറന്നിട്ട് ഫുഡ് കഴിക്കണമെങ്കിൽ അയാൾ എത്ര കഴിക്കണം? നമ്മളെല്ലാവരും പാടെ കുട്ടികളും പെരക്കാരും ഒക്കെ പാടെ പോയിട്ട് ഒരു മന്തിയൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ കൊടുക്കുന്ന പൈസയാണ് 850 റുപ്യ പറഞ്ഞാൽ. ഒരു പെരിയത്ത് എല്ലാവരും തിന്നണ ഫുഡ്, ഒരു സ്പെഷ്യൽ ഫുഡിന്റെ പൈസയാണ്. ഒരു മനുഷ്യന് 850 റുപ്യക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്തൊക്കെ കഴിക്കണം? ഇതൊരു ട്രെൻഡാക്കി ഇങ്ങനെ പോകണം. അതായത് നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുറെ ആഘോഷങ്ങളും ഒരു സന്തോഷമൊക്കെ ഉണ്ട് എന്നുള്ള രൂപത്തിൽ കുറെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് തന്നിട്ട് അതിന്റെ പിന്നാലെ പോവുക. അപ്പൊ എന്താ വെച്ചാല്, ഒരു പെരയിലെ മര്യാദയൊക്കെ നോമ്പൊക്കെ തുറന്ന് ജമാഅത്തിനൊക്കെ പോയി, തറാവീനൊക്കെ പോയി, പള്ളിയിൽ ദീനൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഇബൽക്കൊക്കെ വല്ല നോമ്പ്, ഇബൽക്കൊക്കെ ഈ നോമ്പിന്റെ രസം കിട്ടിയണോ എന്ന ആൾക്കാരെ നമ്മളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കിട്ടണ മനസ്സിന് കിട്ടണ ആസ്വാദനം ലോകത്ത് വേറെ എന്തിനെങ്കിലും കിട്ടുമോ? വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ കിട്ടുന്ന ആസ്വാദനവും പ്രതീക്ഷയും വേറൊന്നിനും കിട്ടൂല. ഞങ്ങളോടൊരു പഠിക്കാൻ വേണ്ടി ഒരു ഭാഗം പറയാണ്. നിങ്ങൾ സൂറത്തു ഖസസ് ഇങ്ങനെ ഓതി പോകുമ്പോൾ സൂറത്തു ഖസസിന്റെ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഅൗഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർളിഇ. മൂസാ നബിയുടെ ഉമ്മാക്ക് ഞാൻ ഒരു ബോധനം കൊടുത്തു. വഅൗഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർളിഇ, നീ നിന്റെ കുട്ടിക്ക് പാല് കൊടുത്തോ. ഇനി ആ കുട്ടിയെങ്ങാനും ഫിറഔനൊക്കെ വന്ന് എന്തെങ്കിലും കൊലപ്പെടുത്തും, പ്രയാസപ്പെടുത്തും എന്നുള്ള ബേജാറ് നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഒരു പെട്ടിയിലാക്കിയിട്ട് ആ നദിയിലാണ് ഒഴുക്കിക്കോ. ആയത്തിന്റെ ബാക്കി എന്താരോ, നിന്റെ കുട്ടിയെ നിനക്ക് ഞാൻ തിരിച്ചു തരും. ആ കുട്ടിയെ ഞാനൊരു പ്രവാചകനാക്കും. ഏത് കുട്ടിയെ കുറിച്ചാണ് പറയണേ? പ്രസവിച്ച കൈക്കുഞ്ഞിനെ ഒരു പെട്ടിന്റെ ഉള്ളിലാക്കിയിട്ട് നൈലെന്ന വിശാലമായ നദിയിലെ ഒഴുകുന്ന വെള്ളത്തിക്കണ് വെക്കാൻ പോണം. അമ്മാനോട് പറയണേ, ഒന്നും പേടിക്കണ്ട, ആ കുട്ടീനെ ഞാൻ നിനക്ക് തിരിച്ചു തന്നിട്ട് ലോകം അറിയുന്ന ഒരു പ്രവാചകനായി ആ കുട്ടിയെ ഞാൻ മാറ്റും. സൂറത്തു ഖസസ് നമ്മൾ ഇങ്ങനെ ഓതി പോകുമ്പോ 13-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, ഈ കുട്ടിയെ ആസിയ റളിയല്ലാഹു അൻഹയ്ക്ക് കിട്ടിയതും അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയതും കുട്ടിയെ വളർത്താൻ തീരുമാനിച്ചതും ഫിറഔൻ അതിന് അനുവാദം കൊടുത്തതും പാല് കൊടുക്കാൻ പല സ്ത്രീകളും വന്നിട്ട് അത് കുടിക്കാതിരുന്നതും അവസാനം ഈ പെട്ടി എവിടെ എത്തുമെന്ന് അന്വേഷിച്ചു പോയ മൂസാ നബിയുടെ പെങ്ങള് ആ വീട്ടിൽ കയറി ചെന്ന്, ഈ കുട്ടിക്ക് പാല് കൊടുക്കാൻ പറ്റിയ ഒരാളെ ഞാൻ പറഞ്ഞുതരാം, ചിലപ്പോൾ 30 പാല് കൊടുത്താൽ കുടിക്കണ്ടാവും തന്നെ സ്വന്തം ഉമ്മാനെ കൊടുന്നതും ഉമ്മാന്റെ മടിയിൽ ഫിറഔനിന്റെ കൊട്ടാരത്തിൽ മൂസാ നബി വളർന്നതും ഈ ചരിത്രത്തിലൂടെ കടന്നു പോയിട്ട് 13-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയണ എന്താരോ, ദുഃഖിക്കാതിരിക്കാനും കൺകുളിർക്കാനും വേണ്ടി ആ കുട്ടിയെ ഞാൻ അവൾക്ക് തിരിച്ചു കൊടുത്തു. 7-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞ വാക്കെന്താ? ഇന്നാ റാദൂഹു ഇലൈകി, നിനക്ക് ഞാൻ തിരിച്ചു തരും. 13-ാമത്തെ ആയത്തിലെ വാക്കെന്താ? ഫറദദിനാഹു, നാം തിരിച്ചു കൊടുത്തു എന്നാണ്. ഈ ആയത്ത് ഇങ്ങനെ ഓതുമ്പോ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബോധ്യം എന്താ അറിയോ? പടച്ചോൻ പറഞ്ഞത് ചെയ്യുന്നതാണ്. അല്ലെ? ആ പറഞ്ഞ റബ്ബ് നമ്മളോട് പറയാണ്, ഇന്നാ നൻസുറു റസുലനാ വല്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയാ വയൗമ യഖൂമുൽ അശ്ഹാദ്.
ഞാൻ എൻ്റെ ദൂതന്മാരെയും വിശ്വാസികളെയും ഇഹലോകത്തും സാക്ഷികൾ ഹാജരാക്കപ്പെടുന്ന പരലോകത്തും ഞാൻ സഹായിക്കും. അള്ളാന്റെ വാക്കാണ്. മാത്രമല്ല നബിയെ പറഞ്ഞോളി, പറയുക ഞങ്ങളെ ബാധിക്കുകയില്ല പടച്ചോൻ നിശ്ചയിച്ചത് മാത്രമേ ഞങ്ങൾക്ക് സംഭവിക്കുള്ളൂ. ഇപ്പോ ഗൾഫ് നാടുകൾ മൊത്തം ആശങ്കയിൽ കഴിയാണ്. പക്ഷെ വിശ്വാസികളുടെ പ്രതീക്ഷ എന്താ? വിശ്വാസികളുടെ പ്രതീക്ഷ ഈ ഖുർആനിലെ ഈ വിശദീകരണം അള്ള പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാരെ ഞാൻ സഹായിക്കും, വിശ്വാസികളെ മുഴുവൻ ഞാൻ സഹായിക്കും. എവിടെ സഹായിക്കും? ഫിൽ ഹയാത്തി ദുനിയ, ഈ ജീവിതത്തിൽ സഹായിക്കും. വയൗമ യഖൂമുൽ അശ്ഹാദ്, സാക്ഷികൾ ഹാജരാക്കപ്പെടുന്ന പരലോകത്തും ഞാൻ സഹായിക്കും. എന്താ നമുക്ക് പേടി? എന്തിനാ നമുക്ക് ബേജാർ? എന്തിനാ അസ്വസ്ഥത? പടച്ചോൻ വിചാരിച്ചത് മാത്രമേ പടച്ചോൻ വിധിച്ചതല്ലാത്ത ഒന്നും ഇവിടെ സംഭവിക്കൂല. ഇതിനോളം വലിയ പ്രതീക്ഷ ആർക്ക് നൽകാൻ പറ്റും സഹോദരങ്ങളെ? അതുകൊണ്ട് ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു കരുത്ത് കിട്ടും. ഏഴാമത്തെ കാര്യം, നമ്മുടെ മനസ്സിന് നമ്മൾ ചില പണികൾ കൊടുക്കണം. മനസ്സ് ബിസി ആകണം എപ്പോഴും. മനസ്സ് ബിസി ആയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആ മനസ്സ് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, മുൻഗാമികൾ പറഞ്ഞില്ലേ, നീ നിന്റെ മനസ്സിന് അങ്ങോട്ട് പണി കൊടുത്തില്ലെങ്കിൽ മനസ്സ് നിനക്ക് ഇങ്ങോട്ട് പണി തരും. അപ്പൊ മനസ്സിന് നമ്മൾ പണി കൊടുക്കണം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമ ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി, ആ പെണ്ണ് ഒരു തിന്മക്ക് വിളിച്ചൊക്കെ കഴിഞ്ഞ് യൂസുഫ് നബി ജയിലിലൊക്കെ ആയപ്പോഴും അവസാനം ആ മിസ്റിൽ ആ രാജ്ഞി പറയുന്നൊരു വാക്കുണ്ട്. വിശുദ്ധ ഖുർആൻ പറയാണ്, വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി വമാ ഉബരിഉ നഫ്സി. എൻ്റെ മനസ്സിനെ എൻ്റെ മനസ്സ് ഭയങ്കര നല്ല മനസ്സാണെന്ന് പറഞ്ഞ് ഞാൻ മാറ്റി നിർത്തി പറയണില്ല. കാരണം ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, മനസ്സെപ്പോഴും തിന്മയിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മനസ്സ്. ഇല്ലാ മാ റഹിമ റബ്ബി, റബ്ബ് അനുഗ്രഹിച്ചതല്ലാത്ത എല്ലാ മനസ്സും. അതുകൊണ്ട് സഹോദരങ്ങളെ, മനസ്സിന് നമ്മൾ പണി കൊടുക്കണം. നമുക്ക് ചിന്തിക്കാൻ നന്മകൾ ഉണ്ടാകണം. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ 5 നേരം പള്ളി പോണ മനുഷ്യന് എൻ്റെ മനസ്സ് 5 നേരവും ആ നിർബന്ധ നിസ്കാരത്തിലാണ്. ഒരു പണിയാണ്. അദ്കാർ സ്വബാഹും അദ്കാറുൽ മസാവും ഇരുന്ന് ചൊല്ലുന്ന മനുഷ്യന് ആ സമയത്ത് അവന്റെ മനസ്സിനൊരു പണിയുണ്ട്, നാവിനൊരു പണിയുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ ഇങ്ങനെ പറഞ്ഞു നടക്കണോന് അവന്റെ മനസ്സിനൊരു പണിയുണ്ട്, അല്ലേ? നാളെ ഇപ്പോ നിങ്ങൾ ആലോചിക്കണം, ഇവിടെ ഒരു പരിപാടി ഉണ്ട്. ഇന്ന് രാവിലെ നേരം വെളുത്ത് ഇതിന്റെ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പണിയുണ്ട്, അതിനെക്കുറിച്ചുള്ള ചിന്ത ഉണ്ട് മനസ്സിൽ. ഞാനൊരു പള്ളിന്റെ സെക്രട്ടറിയാണ്, പ്രസിഡന്റാണ്, മനസ്സിനൊരു പണിയുണ്ട്, അല്ലേ? ഞാനൊരു സംഘാടകനാണ്, ഞാനൊരു ദഅവ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്, ഞാൻ പ്രബോധകനാണ്, ഞാനൊരു കൂട്ടായ്മയുടെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, ഒരു മെമ്പറാണ്, ഒരു എക്സിക്യൂട്ടീവ് അംഗമാണ്. മനസ്സിന് ചില പണികളുണ്ട്. അല്ലാത്തോനോ? നമുക്ക് ജോലി കഴിഞ്ഞ് വന്നാൽ അന്നിപ്പോ സെക്രട്ടേറിയറ്റ് ഉള്ള ദിവസമാണ്, ഇന്ന് എക്സിക്യൂട്ടീവ് ഉള്ള ദിവസമാണ്, ഇന്ന് മീറ്റിംഗ് ഉണ്ട്, ഇന്ന് പള്ളി കമ്മിറ്റിന്റെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. മനസ്സിന് ചിന്തിക്കാനും പ്ലാൻ ചെയ്യാനും കുറെ കാര്യങ്ങൾ മുന്നിലുണ്ട്. ഇല്ലെങ്കിലോ ആ സമയം മുഴുവൻ മൊബൈൽ തോണ്ടി മറ്റു കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിന് പണി കൊടുക്കുക എന്നുള്ളതാണ്. 8ാമത്തെ കാര്യം, നിർബന്ധമായ കർമ്മങ്ങൾ വീഴ്ച വരുത്താതെ നമ്മൾ ചെയ്യണം. വിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദ്സിയായ ഹദീസ്, അല്ലാഹ് പറയാണ്, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബു ഇലയ്യ മിമ്മ ഫ്തറൽതു അലൈഹി. ഞാൻ നിർബന്ധമാക്കിയ കർമ്മങ്ങളിലൂടെ ഒരടിമ എന്നിലേക്ക് അടുക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടമുള്ള ഒരു കാര്യമില്ല. ഇപ്പൊ നമുക്കൊക്കെ സംഭവിക്കണ വലിയൊരു അബദ്ധമുണ്ട്. നമ്മള് വീട്ടുകാരൊപ്പൊക്കെ ഇരുന്ന് കണ്ട് നോമ്പ് തുറക്കുക എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷം തന്നെയാണ്. പക്ഷെ അതിന്റെ പേരിൽ മഗ്‌രിബ് ജമാഅത്ത് എന്നുള്ള നിർബന്ധം കളഞ്ഞാലോ? ഇന്ന് പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെ എത്താവുന്ന ദൂരത്തൊക്കെ വീടാണെങ്കിൽ ഓക്കെ, നമ്മൾ കഴിഞ്ഞിട്ട് നേരെ പള്ളിക്ക് ജമാഅത്തിന് എത്തിയാൽ മതി. ഇല്ലെങ്കിൽ സഹോദരങ്ങളെ, ആ പള്ളിയിലുള്ള നോമ്പുറക്ക് സംവിധാനം ഉണ്ടാകും, അവിടെ ആ ജമാഅത്ത് നമുക്ക് നഷ്ടമാകരുത്. 5 ജമാഅത്തും സാധാരണ ദിവസം കിട്ടുന്ന ആൾക്കാർക്കൊക്കെ കർമ്മങ്ങൾക്ക് എത്രയോ ഇരട്ടി കൂലി കിട്ടുന്ന റമദാനിൽ 4 ജമാഅത്ത് ഇട്ടുള്ളൂ, മഗ്‌രിബ് ഉണ്ടാവില്ല. കുടുംബത്തിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് നോമ്പ് തുറക്കുക എന്നുള്ള നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യത്തേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം
അള്ളാഹ് ഫറലാക്കിയ ഒരു കാര്യം കൊണ്ട് അടുക്കലാണ്. വേറൊന്നും എന്താ അറിയോ, ഇശാ നിസ്കാരത്തെക്കാളും ഞമ്മക്ക് ആവേശം തറാവിയാണ്. അപ്പൊ ചിലപ്പോ നമ്മളിങ്ങനെ തറാവി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഓടിയിട്ട് ആ പള്ളി ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇശ കഴിഞ്ഞിട്ടുണ്ടാവും. തറാവി കിട്ടാൻ വേണ്ടി പോയിട്ട് ഇശ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മള് 11 റക്അത്തല്ല 10,000 റക്അത്ത് തറാവി നിസ്കരിച്ചാലും 4 റക്അത്ത് ഇശ ജമാഅത്തായി നിസ്കരിക്കണീനാണ് കൂലി കൂടുതൽ. അത് നമുക്ക് നിർബന്ധമാണ്. നിർബന്ധ കർമ്മങ്ങൾ കൊണ്ട് എന്നിലേക്ക് അടുക്കുക എന്നുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണെന്നാണ്. ഇവിടെ നമ്മളെ നിർബന്ധ കർമ്മങ്ങൾ അത് നമ്മൾ ശരിക്ക് ചെയ്യണം. ജമാഅത്തുകൾ നമുക്ക് കിട്ടണം. നമ്മുടെ സക്കാത്തിന്റെ കണക്ക് നോക്കണം. പടച്ചോൻ ഫറലാക്കിയതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം. നിർബന്ധങ്ങൾ ചെയ്യാം. 9ാമത്തെ കാര്യം സുന്നത്തുകൾ അധികരിപ്പിക്കുക. ഈ ഹദീസിന്റെ തന്നെ ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹ് പറഞ്ഞു, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബ. എൻ്റെ അടിമ സുന്നത്തുകൾ കൊണ്ട് എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ. എന്നിട്ടൊരു ഓഫർ ഉണ്ട്, ശരിക്ക് കുറച്ച് വെച്ചോളേ. നമുക്ക് സുബൈന്റെ മുമ്പത്തെ 2 റക്അത്ത് സുന്നത്താണ് നിസ്കരിക്കാൻ പറ്റണില്ലെങ്കിൽ ഈ ഹദീസ് നമുക്ക് ഓർമ്മ വരണം. എന്താ പറഞ്ഞാലോ, ഫഇദാ അഹ്ബബ്തുഹു കുൻതു സമഅഹു അല്ലദി യസ്മഉ ബിഹി വബസറഹു അല്ലദി യുബ്സിറു ബിഹി വയദഹു അല്ലതി യബ്തിഷു ബിഹാ വരിജ്ലഹു അല്ലതി യംശി ബിഹാ. ഞാൻ ഓനെ ഇഷ്ടപ്പെട്ടാൽ ഓൻ കാണുന്ന കണ്ണും കേൾക്കുന്ന കാതും ഓൻ നടക്കുന്ന കാലും പിടിക്കുന്ന കൈയൊക്കെ ഞാനാവും എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു. പിന്നെ ഓൻ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതേ കാണുള്ളൂ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതേ കേൾക്കുള്ളൂ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് കൂടെ ഓൻ നടക്കുള്ളൂ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളിടത്തുമ്പോൾ പോയിട്ട് അവൻ തൊടുള്ളൂ. സുന്നത്തുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്താൽ അടുത്ത ഓഫർ എന്താണെന്നറിയോ, അങ്ങനെ അടുത്ത് നിൽക്കുന്ന ഒരവസ്ഥയിൽ അപ്പോൾ അവൻ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനതവന് കൊടുക്കുക തന്നെ ചെയ്യും. അവൻ എന്നോട് എന്തിൽ സഹായം ചോദിച്ചാലും, ഞാൻ അവൻ എന്തു കാര്യത്തിൽ അവൻ എന്നോട് തേടിയാലും ചോദിച്ചാലും, അവൻ എന്തു കാര്യത്തിൽ എന്നോട് രക്ഷ ചോദിച്ചാലും അത് ഞാൻ അവന് കൊടുക്കും. എപ്പോ? സുന്നത്തുകൾ കൊണ്ട് പടച്ചോനിലേക്ക് അടുത്താൽ. ഈ ജുമുഅസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ധൃതിയാണ് ആൾക്കാർക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ. എത്ര മിനിറ്റ് നമ്മൾ ഏറിയ ചിലവാക്കുള്ളൂ? ഒരു 3-4 മിനിറ്റ് പള്ളിയിൽ ഇരുന്നിട്ട് ആ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ ഒക്കെ ഒന്ന് ചൊല്ലി ഒരു 4 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ട് ആ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇങ്ങോട്ട് പോയി കച്ചവടം തുടങ്ങിയാലും സഹോദരങ്ങളെ ഏറിയപ്പോൾ എന്തേ നഷ്ടം ഉണ്ടാവും? എല്ലാവരും ജുമുഅയിലാണ്. മുസ്ലിങ്ങളായ ആൾക്കാരൊക്കെ പള്ളിയിലാണ്. ഇനി അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഓൽക്ക് അറിയാം മൂപ്പരൊരു, നമ്മളെ ഭാഷയിൽ പറഞ്ഞ മൂപ്പരൊരു മാപ്പിളയാണ്, അപ്പോൾ മൂപ്പര കട ഇപ്പം ഇന്ന സമയത്ത് തുറക്കുള്ളൂ എല്ലാവർക്കും അറിയില്ലേ. ഒരു 5 മിനിറ്റ് മുമ്പ് പോയാണ്ട് ആ ഷട്ടർ പൊക്കിച്ചിട്ട് കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ നമുക്ക് ഇവിടെ നിസ്കരിക്കാവുന്ന ഒരു 4 റക്അത്ത് സുന്നത്തി നമ്മൾ പോയിട്ടുണ്ടാവും. ഭയങ്കര ധൃതിയാണ് എല്ലാവർക്കും. നിസ്കാരം കഴിഞ്ഞൊന്നും ഇരുന്ന് ഒന്ന് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി പറയാൻ സമയമില്ല. പക്ഷെ അല്ലാഹ് പറയാണ്, നിങ്ങൾ ആ സുന്നത്തുകൾ കൊണ്ട് എന്നിലേക്ക് അടുക്കൂ. അങ്ങനെ അടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഓനാണ് ഇഷ്ടാവും. ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ അവന്റെ കണ്ണും കാതും നടത്തവും പിടുത്തൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്ന വഴിയിലൂടെ പോകുള്ളൂ. ചോദിച്ചത് പടച്ചോൻ തരും. രക്ഷ തേടിയാൽ രക്ഷ പടച്ച റബ്ബ് ആ രക്ഷ നമുക്ക് തരുന്നാണ്. നമ്മുടെ സഹോദരങ്ങളെ, സുന്നത്തുകളിലൂടെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കണം. 10ാമത്തെ കാര്യം, മരണത്തെക്കുറിച്ചുള്ളൊരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. കാരണം ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീമൻ, അവസാനം നോക്കിയിട്ടാണ് കർമ്മം പടച്ചോൻ സ്വീകരിക്കുക. അല്ലേ? നമുക്ക് 60 വയസ്സായി, 60ാമത്തെ വയസ്സിൽ മരിക്കുകയാണ്. 58 കൊല്ലം നല്ല അടിപൊളിയായിട്ട് ജീവിച്ച അവസാനത്തെ 2 കൊല്ലം നിസ്കാരമല്ല, ദീനുമില്ല, അങ്ങനത്തെ ചിന്തയില്ല, അവിടെ മരിക്കണമെങ്കിലോ ആ സമയമാണ് പടച്ചോൻ നോക്കുക എന്നാണ്. അതെപ്പോ സംഭവിക്കും? എപ്പോഴും സംഭവിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങൾ എവിടെയാണെങ്കിലും മരണങ്ങൾ പിടികൂടും. അല്ലേ? ഇവിടെ എപ്പോ വേണമെങ്കിലും പോകാം. അത് ഒരനാവശ്യം ഇങ്ങനെ രാത്രി ഭാര്യ വീട്ടിലില്ലാത്ത സമയത്ത് ഫോൺ എടുത്ത് കണ്ട് എന്തോ ഒരു തോന്നിയാസം ഇങ്ങനെ കാണുന്ന സമയത്താണ് ആ മരണം സംഭവിക്കണതെങ്കിൽ ബാപ്പിയൊന്നും കാണൂല, ഞാൻ ഹോസ്റ്റലിലല്ലേ എന്ന് വിചാരിച്ചു കാണ്ട് എന്തെങ്കിലും ഒരു തോന്നിയാസം ചെയ്യുന്ന സമയത്താണ് മലക്കുൽ മൗത്ത് നമ്മളെ തേടി വരുന്നതെങ്കിൽ റൂമിന്റെ ഡോറാണ് കുറ്റിയിട്ടാലും പിന്നെ എപ്പിയമ്മയൊക്കെ എന്നെ നല്ലുട്ടിയെന്നാണ് ഉപ്പാൻ്റെ ഉമ്മാൻ്റെയൊക്കെ വിചാരം. അതുകൊണ്ട് എനിക്ക് കുറച്ച് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ അധർമ്മം കാണുന്ന ഒരു അവസ്ഥയിലാണ് പടച്ചോൻ നമ്മളെ തിരിച്ചു വിളിക്കുന്നതെങ്കിൽ
വീട്ടില് ഈ സാധനങ്ങൾ, തുണിയോ ഈ സോപ്പും പൊടിയോ ഈ പിന്നെ ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വരണ്ട, ഏതോ ഒരു ചങ്ങായിക്ക് നമ്പറും കൊടുത്ത് ഓനോട് ഇങ്ങനെ ചാറ്റ് ചെയ്ത് വർത്താനം പറഞ്ഞിരിക്കണതിൻ്റെ ഇടയിൽ നിന്നാണ് ഒരു നെഞ്ഞവേദന എന്നാണ് തീരുമാനമാകണതെങ്കിൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? മരുഭൂമിയിൽ തനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഭർത്താവിനോട് ചിരിച്ച് സംസാരിച്ചിട്ട് ആ ഭർത്താവിനെ പറ്റിക്കുന്ന ഒരു ബന്ധം നമ്മൾ വേറെ നിലക്ക് കൊണ്ടെടുക്കുന്നുണ്ടെങ്കിൽ, ഭാര്യയുടെ മുന്നിൽ നല്ല ഭർത്താവായി അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ട് വേറെ എന്തൊക്കെ കണക്ഷനും കാര്യം നമ്മൾ കൊണ്ടെടുക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു സമയത്താണ് നമ്മളെ പടച്ചോൻ തിരിച്ചു വിളിക്കണതെങ്കിൽ ആ അവസ്ഥയിലല്ലേ പരലോകത്തുണ്ടാകുക. അതെപ്പോ വേണമെങ്കിലും സംഭവിക്കാം. ഈ തൗഹീദും കാര്യമൊന്നും പഠിക്കാതെ എങ്ങനെ ഇതുമെന്നൊക്കെ വിട്ട് ഏതോ ജാറത്തിന്റെ മുന്നിൽ പോയി അവിടുന്ന് ബർക്കത്ത് കൊടുത്ത് തിരിച്ചു വരുന്ന സമയത്താണ് ഒരു ആക്സിഡന്റും പറ്റി ജീവിതം കണ്ട് അവസാനിക്കണതെങ്കിൽ എവിടേക്കായിരിക്കും നമ്മളെ യാത്ര? മരണത്തെക്കുറിച്ച് എപ്പോഴും ചിന്തയുണ്ടാകണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹ് എന്ന് പറഞ്ഞവർ, എന്നിട്ട് ആ പറഞ്ഞതിൽ അടിയുറച്ചു നിൽക്കുന്നവർ, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ അടുത്ത് മലക്ക് ഇറങ്ങി വരും. എന്നിട്ട് പറയും, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ സങ്കടപ്പെടേണ്ട, ബേജാറാകണ്ട, ഭയം വേണ്ട, ദുഃഖം വേണ്ട, നിങ്ങൾക്ക് വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലതീ കുൻതും തുഅദൂൻ, മരിക്കുമ്പോൾ അവരോട് പറയാണ് നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ആ സന്തോഷ വാർത്ത കേട്ട് മരിക്കാനാകണമെങ്കിൽ റബ്ബ് അള്ളയാണ് എന്ന് പറഞ്ഞിട്ട് ഉറച്ചു നിൽക്കണം. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചാഞ്ചാട്ടം ഉണ്ടാകരുത്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ 10 കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കുത്തിവെക്കണം. നമുക്ക് ഇഷ്ടം പോലെ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മൾ ദീനിയായ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ദീനിനോട് എപ്പോഴും ഒരു അടുപ്പവും ബന്ധവും സ്നേഹവും ഒക്കെ നിലനിർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. സഹോദരങ്ങൾ, ഇതൊന്നും ഇല്ലാതെ 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോയി വെച്ച് നമ്മൾ ശരിക്കും ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണെ, എന്തൊക്കെ കഷ്ടപ്പാടിലൂടെ നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്നത്. സാമ്പത്തികമായ ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ആരോഗ്യരംഗത്ത് കുറേ പ്രയാസങ്ങളുണ്ട്. ഈ റമദാനിൽ പോലും നമ്മളെ ഒരുപാട് സുഹൃത്തുക്കൾ, നമ്മുടെ യൂത്തിൻ്റെ ഭാരവാഹികൾ, സ്റ്റുഡൻസിൻ്റെ നമ്മളെ ഭാരവാഹികൾ, നമ്മുടെ ജാമ്യയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുള്ള ഹിക്കമിമാരുടെ കൂട്ടത്തിലൊക്കെ ചില ആളുകൾ വലിയ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. ഇതൊക്കെ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണല്ലോ. കുറേ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ തരണം ചെയ്ത് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പം ഇതാ ഈ പെരുന്നാൾ ഇങ്ങനെ അടുക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഇങ്ങനെ കുറേ ആശങ്കകൾ ഉണ്ടാവും. കുട്ടികളെ തുണിയും കുപ്പായം കാര്യമൊക്കെ നോക്കണം. 2 മാസം കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും, അപ്പൊക്കെ നമുക്ക് വേറെ ആശങ്കകൾ വരും. മഴയൊന്ന് ശക്തമായ ഒരു കാർമേഘം ഇങ്ങനെ ഉരുണ്ടുകൂടുമ്പോഴേക്ക് എന്താ കാരാവുക എന്നുള്ള പേടിക്കണ ആൾക്കാരുണ്ടാവും. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നമ്മളെ ജീവിതം പോണത്. ഈ പോണിൻ്റെ ഇടയിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്തും പ്രതീക്ഷ എന്താ? പരലോകമുണ്ട്, സ്വർഗമുണ്ട്, അവിടെ പടച്ചോദിനൊക്കെ പകരം തരും എന്നുള്ള അത് കിട്ടാനുള്ള പണി നമ്മളോട് ചെയ്യണമില്ല. അതിൽ അടിയുറച്ച് നിൽക്കേണ്ട വഴിയിൽ നിന്ന് തെറ്റിപ്പോകുന്ന പലതും ഇവിടെ തൽക്കാലമായി നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങൾ, ഇഹവും പരവും നമുക്ക് നഷ്ടാവൂലേ? അതുകൊണ്ട് ഈമാനികമായി ഈ ഒരു അവസ്ഥയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രവാചകന്മാർ അഖിലം പേടിച്ച പ്രവാചകന്മാരെല്ലാവരും പ്രാർത്ഥിച്ച പ്രാർത്ഥന, യൂസുഫ് നബിയുടെ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് യാ മുഖല്ലിബൽ ഖുലൂബ് എന്നുള്ള പ്രാർത്ഥനയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? അല്ലാഹു വലാ തുഹ്സിനി യൗമ യുബഅസുൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. പടച്ചോനെ, നല്ല വൃത്തിയും എടുപ്പുള്ള ഒരു മനസ്സുകൊണ്ട് വരാത്ത എല്ലാവരും പരാജയപ്പെട്ടു പോകുന്ന പരലോകത്ത് നീ എന്നെ നിന്ദിച്ച് കളയരുത് റബ്ബേ. അള്ളാഹിന്റെ ദീനിനും വേണ്ടി തീയിലേക്ക് എടുത്തെറിയപ്പെട്ടപ്പോൾ പോലും അതിന് തയ്യാറായി നിന്ന ഇബ്രാഹിം നബി പറയാണ്, പടച്ചോനെ പരലോകത്തിനെ വഷളാക്കരുത് കേട്ടോ. നമ്മുടെ സഹോദരങ്ങളെ, നല്ല ജാഗ്രത നമ്മൾ കാണിക്കണം. ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ കാണാം. എല്ലാ കാലത്തും ഹിദായത്ത് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് പടച്ചോന്റെ വലിയ തൗഫീഖാണ്. നമ്മൾ ശരിക്ക് പടച്ചോനോട് നമ്മൾ സംസാരിക്കുകയാണല്ലോ നിസ്കാരത്തിൽ. ആ ചോദ്യം നമ്മൾ ശരിക്കും അറിഞ്ഞുകൊണ്ട് ഓതണം. നമ്മൾ സൂറത്ത് ഫാത്തിഹ ശരിക്ക് നമ്മളിങ്ങനെ സൂറത്ത് ഫാത്തിഹ ഓതി പോകുമ്പോൾ പടച്ചോൻ നമുക്ക് മറുപടി പറയുന്നുണ്ടല്ലോ, അല്ലേ?
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. അല്ലാഹ് ഇങ്ങനെ പറയാണ്, എൻ്റെ അടിമത എന്നെ പുകഴ്ത്തി, എന്നെ സ്തുതിച്ചു, എന്നെ വാഴ്ത്തിയിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ചവനെ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ സഹായം തേടൂ. അള്ളാഹ് പറയാണ്, ഇതാ ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാർ ഇതാണ്. ആ കരാറാണ് എൻ്റെ ഈ അടിമ പാലിച്ചത്. ഇനി എൻ്റെ അടിമ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും. അപ്പൊ നമ്മൾ ചോദിക്കണത് 10 ഏക്കർ സ്ഥലമല്ല, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്നത്. ഇനി എൻ്റെ അടിമ എന്നോട് ചോദിച്ചത് ഞാൻ കൊടുക്കുന്ന പടച്ചോനോട് പറയുമ്പോൾ നമ്മൾ ചോദിക്കണം എന്താ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. പടച്ചോനെ, സിറാത്തുൽ മുസ്തഖീമിൽ നീ എന്നെ കൊണ്ടുനടക്കണേ. അങ്ങനെ അറിഞ്ഞിട്ടാണോ നമ്മൾ തേടിയിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ സിറാത്തുൽ മുസ്തഖീമിലൂടെ യാത്ര ചെയ്യാൻ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു ഒരുക്കി വെച്ച ആ സ്വർഗത്തിന്റെ അവകാശികളാകാൻ സഹോദരങ്ങളെ നമ്മൾ പരിശ്രമിക്കുക. ഈ പറയപ്പെട്ട ഈ 10 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇപ്പൊ ഈ റമദാൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റിയ സമയമാണ്. റമദാൻ കഴിഞ്ഞാലും ഈ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോകുക. നമ്മുടെ ഈ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആ നിലക്ക് നമുക്കൊരു കരുത്ത് പകരുന്ന കാര്യമാണ്. ഇതിലൊക്കെ എപ്പോഴും നമ്മുടെ സാന്നിധ്യം ഉണ്ടാകുക. നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ഇട്ടൊന്ന് ഓർമ്മപ്പെടുത്തിയാലൊക്കെ കുറച്ചും കൂടെയൊക്കെ ആളുകൾ വരാൻ സാധ്യതയുണ്ട്. അവരെയൊക്കെ ഒന്ന് വിളിച്ച് ഇത് കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ നന്മകളിൽ സജീവമാകാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്കൊക്കെ അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകി അവരെ ആദരിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിൽ അവരോടൊപ്പം ഒന്നിച്ചിരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗൾഫ് നാടുകളിലൊക്കെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശത്രുക്കൾ ബോധപൂർവം ഉണ്ടാക്കുന്ന ഈ പ്രതിസന്ധി അള്ളാഹു വേഗത്തിൽ നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങൾക്ക് അവിടെ ആശ്വാസവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അത്തരം നാടുകൾക്കൊക്കെ എപ്പോഴും അതിൻ്റെ ആ ഒരു അമാനത്ത്, അതിൻ്റെ ഒരു ആ നിർഭയത്വം എപ്പോഴും അള്ളാഹു അവിടെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. പടച്ചറബ് നമുക്കെല്ലാവർക്കും സന്തോഷകരവും സമാധാനകരവുമായ ജീവിതം ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ റമളാനിലെ കർമ്മങ്ങൾ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.